ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. അവിഹിതം ഡയറക്റ്റഡ് ബൈ സെന്ന ഹെഗ്ജെ. സെന്ന ഹെഗ്ജയും പൂജ ഹെഗ്ജയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമോ? സെയിം പേരായതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്ക്. ആൻഡ് റിട്ടൺ ബൈ അംബരീഷ് കലത്തറ ആൻഡ് സെന്ന ഹെഗ്ജെ. അതിലും സെന്ന ഹെഗ്ജെ ഉണ്ട്. ആൻഡ് ഈ സിനിമയുടെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് അംബരീഷ് കലത്തറയാണ്. സെന്ന ഹെഗ്ജെ വേറെ ഒന്നിനും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഈ സിനിമയിലെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറും കൂടെയാണ് സെന്ന ഹെഗ്ജെ. ഓവറോളാണ് സെന്ന ഹെഗ്ജെ. സെന്ന ഹെഗ്ജെ നിങ്ങൾക്കറിയാം, തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ ചെയ്ത ഡയറക്ടറാണ്. നാഷണൽ അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. സിനിമ പേര് പോലെ തന്നെയാണ്, അവിഹിതം. ആൻഡ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിലായി അഭിനയിച്ചിരിക്കുന്ന ഉണ്ണിരാജ്, നിങ്ങൾക്കറിയാം മറിമായം സീരീസിലൊക്കെ ഉള്ള മീശ ഇങ്ങനെ വെച്ചുള്ള ആ ഒരു ചേട്ടൻ. ആൻഡ് രഞ്ജി കൻഗോൾ, പിന്നെ വൃന്ദ മേനോൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട്. ആ രണ്ടുപേരുമാണ് ഒരുപാട് കാര്യങ്ങളിലായിട്ട് വരുന്നത്, അതായത് ഉണ്ണിരാജും രഞ്ജി കൻഗോളും. സിനിമ അവിഹിതം ഒരു കാസർഗോഡിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു അവിഹിതം തപ്പി അവിടെ നിന്നിട്ട് നാട്ടുകാർ, കുടുംബക്കാർ, വീട്ടുകാർ ഇറങ്ങുന്നു. അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന നൂലാമാലകളെയാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. ഈ സിനിമ എനിക്ക് എല്ലാം ഓക്കെയാണ്, പക്ഷെ ക്ലൈമാക്സ് ഒഴിച്ച് അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ തുടക്കത്തിൽ ഈ രഞ്ജി ഒരു ജോലിയില്ല, ആ തുടക്കം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് അവരൊരു ഇരുട്ടത്ത്, അതിലാണ് ആ എഴുത്തോട്ടിപ്പൊക്കെ അതിലാണ് അവരൊരു ഇരുട്ടത്തിരുന്ന് വെള്ളമൊക്കെ അടിച്ച്, ഈ രഞ്ജിയും അങ്ങനെയല്ല ആ ഗ്യാങ് അല്ല വെള്ളമൊക്കെ അടിച്ച് അപ്പോഴേ അവിഹിതം പറച്ചിലാണ്. അതായത് നാട്ടിൽ ഇവളുടെ കൂടെ പോയി, അപ്പോൾ അവളുടെ ഭർത്താവ് എന്തോ പാസ്പോർട്ടോ എന്തോ മറന്നോട്ട് വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൾ മറ്റവൻ്റെ കൂടെ കിടക്കുന്ന ആടാട്ടം കണ്ടത്. അങ്ങനെ അവിഹിതം പറച്ചിലാണ് സിനിമ മുഴുവനും. അതാണ് പറച്ചിലും സംസാരങ്ങളും എല്ലാം. അതായത് ഒരു നാട്ടു നടപ്പിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരാളല്ല അറിയുന്നത്, ഒരാളോട് പറയും, അയാൾ അവളോട് പറയും, അവൾ ഇവളോട് പറയും, ഇവൾ അവനോട് പറയും, അങ്ങനെ പറഞ്ഞു പരത്തും. അതാണല്ലോ നാട്ടു നടപ്പ്. നാട്ടിൽ അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നത്. അപ്പോൾ ഇതുപോലെ അവിഹിതങ്ങളൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ സംസാര വിഷയങ്ങളൊക്കെ ആകുന്നതായിട്ട് ഒരു ചിത്രീകരിച്ചാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ രഞ്ജി ഇതുപോലെ ഒരു ദിവസം വെള്ളമടിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു കാര്യം കാണുന്നു, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു എന്നൊക്കെ നോക്കുമ്പോൾ ആ ഒരു പറമ്പിൽ, അതായത് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു വീടുണ്ട്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ സിനിമയിൽ പറയുന്നുണ്ട്. ആ സിനിമയിൽ അപ്പോൾ അവിടെ വെച്ച് ഒരു അവിഹിതം രഞ്ജി കാണുന്നു. രഞ്ജി എന്ത് ചെയ്യുന്നു, ഇത് ആ വീട്ടിലുള്ള ആളാണ്. അതായത് ആ അവിഹിതത്തിലെ പയ്യൻ ആരെന്ന് അവർക്കറിയാം. വിനോദ് എന്നൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾക്കറിയാം സൂപ്പർ ശരണ്യയിലൊക്കെ അനശ്വരയുടെ പുറകുന്ന ഒരു സീനിയർ എന്ന് പറയുന്ന ഒരാൾ നടക്കുമല്ലോ കോളേജിൽ, അവനാണ് ആള്. അപ്പം പെണ്ണാരെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പെണ്ണാര്, അപ്പം നിർമ്മലേച്ചി എന്നൊരു ചേച്ചിയുള്ള ഒരു വീടാണ് അവിടെ. അതായത് ഈ രഞ്ജി കൻഗോളിന്റെ സുഹൃത്തായ ഉണ്ണിരാജിന്റെ കട, പുള്ളിക്കാരൻ ഒരു ടൈലർ കട ഇട്ടിരിക്കുന്ന ആളാണ് ഉണ്ണിരാജ്. പുള്ളിയുടെ കടയുള്ള സ്ഥലങ്ങൾ കൊടുത്തത് ആ വീട്ടിലെ അച്ഛനാണ്. അപ്പൊ ആ ഒരു കൂറൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഇതാരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നിർമ്മലയാണ് ഇതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് വീണ്ടും ഒരു തപ്പുകയാണ്. അവനെ വിളിച്ചു പറയുന്നു, അച്ഛനെ വിളിച്ചു പറയുന്നു, അവളുടെ ഭർത്താവിനെ വിളിച്ചു പറയുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്, നിങ്ങൾക്ക് ബോറേ അടിക്കൂല. കാരണം നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ആ സിനിമയിൽ ആരെന്നെ അത് പറയുന്നില്ല. ഇങ്ങനെ ഇരുട്ടത്ത് മാത്രം കാണിക്കും, പയ്യനെ മാത്രം കാണിക്കും, പെണ്ണിനെ കാണിക്കില്ല. അപ്പോഴേ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി വരും, അത് ആരായിരിക്കും. ചില സമയം നിങ്ങൾക്ക് അത് വേറൊരാളിലേക്കും ചർച്ചയായിട്ട് മാറും. പിന്നെ അത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സീൻസ് ഒക്കെ പുറത്തുനിന്ന് ഇട്ട് തരുന്നുമുണ്ട്. സിനിമയാണല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലും കൺഫ്യൂസ് ചെയ്യണമല്ലോ. അങ്ങനെ ഈ അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിഹിതം എന്താ പറയാ, ചുമത്തപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവ്, അച്ഛൻ, അനിയൻ, ഇവരെല്ലാവരും ചേർന്ന് ഒരു പ്ലാൻ ഇടും, എങ്ങനെ ഇത് കണ്ടുപിടിക്കാം, അപ്പൊ വീണ്ടും ഇവിടെ വരാം. അങ്ങനെ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഉണ്ണിരാജിന്റെ കോമഡിയൊക്കെ സൂപ്പർ കോമഡിയാണ്. ഇവർ തുടക്കത്തിൽ തന്നെ ഉണ്ണിരാജ് ടൈലർ ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പം ഉണ്ണിരാജ് പറയുന്നത് ഇങ്ങനെയാണ്, ആളെ കണ്ടാ എനിക്ക് അളവറിയാം, കാരണം ഞാൻ അവർ ലേഡീസ് മാത്രം തയ്ക്കുന്ന ഒരു ടൈലർ ഷോപ്പാണ്. അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്ന് അങ്ങനെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സിറ്റുവേഷൻ കോമഡി ഒരുപാടുണ്ട് സിനിമയിൽ. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരും എന്താ പറയുക, ജീവിച്ച്, അത് ചുമ്മാ നാച്ചുറലായിട്ട് അഭിനയിച്ചു. എല്ലാവരും ചുമ്മാ അവിടെ നിന്ന് അവരുടെ ആ സ്ലാങ്ങിൽ ഇങ്ങനെ, അതായത് സിറ്റുവേഷൻ കോമഡി കുറേ ഉണ്ട്. അതായത് ഈ സിനിമയിൽ ഈ നിർമ്മലേച്ചി, പറയപ്പെട്ട നിർമ്മലേച്ചിയുടെ ഒരു
അനിയൻ എന്നൊരു പുള്ളിക്കാരനുണ്ട് ആ വീട്ടിലുള്ള. അപ്പോൾ ആ പുള്ളിക്കാരൻ വീട്ടിലേക്ക് വരുമ്പം എപ്പോഴും ചുമ്മാ വന്നിട്ടാണ് പോകുന്നത്, ആരോടും പറയാറൊന്നുമില്ല. അപ്പൊ അമ്മ ചോദിക്കും, എന്താടാ ചെക്കൗട്ടാണോ? അതെന്താ അങ്ങനെ ചോദിച്ചാൽ, അല്ല നീ രാവിലെ ചെക്കൗട്ട് അടിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ചെക്കിൻ അടിച്ച് രാവിലെ ആയപ്പോൾ ചെക്കൗട്ട് അടിച്ച്, അതുകൊണ്ട് ചോദിക്കുവാണ്. പിന്നെ ഈ സിറ്റുവേഷനിൽ ഇതാണ് അവര് കളിമുറി അല്ല കുളിമുറി എന്നൊക്കെ കുറച്ച് അതിപ്പം റിവ്യൂവിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്ട് തോന്നില്ല, പക്ഷെ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ ഒരു ഇമ്പാക്ട് കിട്ടില്ല അടി. പിന്നെ ഈ ബ്ലൂ പ്രിന്റ്, കത്തി റെഫറൻസ്, ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അത് ഈ സിനിമയിലില്ല, കുനിയണ്ട, എങ്ങനെയൊക്കെ പറയണ കുറച്ച് നല്ല സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പട്ടി നീ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പട്ടി ചെയ്യുന്നത്, നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല, വാ പട്ടി എന്ന് പറയണ. അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, സിറ്റുവേഷൻ കോമഡിയൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു പടമാണ്, നല്ല സിമ്പിളായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അവിഹിതം ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളെ കീപ്പ് ചെയ്യും. അതിൽ മ്യൂസിക് ഇടയ്ക്കൊക്കെ നല്ലൊരു മ്യൂസിക് ഒക്കെ ഉണ്ട്. ശ്രീരാഗ് ഷാജിയാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു. അവസാനം പറയുന്നത് അവിഹിതം തൂക്കുമ്പോൾ ഈ നാട്ടുകാർ മൊത്തം ഈ പ്ലാൻ ചെയ്ത് മാപ്പൊക്കെ ചെയ്ത് കുടുംബക്കാരെല്ലാവരും വന്ന് കുറ്റിയിട്ടിട്ട് അവസാനം തൂക്കുമ്പോൾ ഈ നിർമ്മലേച്ചിയല്ല വരുന്നത്. അതൊരു ട്വിസ്റ്റാണ്, അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അപ്പം ഇതിലെന്താണ് പറയുന്നത്, അവസാനം അവർ പറയുന്നത് അവിഹിതം അവർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അവിഹിതത്തിന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അവിഹിതത്തിന് കൂടെ നിൽക്കുന്നതായിട്ട് അവർ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവിഹിതം ചേട്ടൻ എൻ്റെ അടുത്ത് മിണ്ടാത്തതുകൊണ്ട്, ചേട്ടൻ എൻ്റെ അടുത്ത് പെരുമാറാത്തതുകൊണ്ട്, ചേട്ടൻ എന്നോട് സ്നേഹം കാണിക്കാത്തതുകൊണ്ട്, ചേട്ടൻ എനിക്ക് സീരിയൽ പോലും ഇടാൻ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഇത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ഇതിലുണ്ട്. അവിഹിതം ഈസ് അവിഹിതം, ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ്. ഒരാളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പറ്റിച്ചു, ഇനി അതിലൊരു ന്യായീകരണവുമില്ല. ഇനിയിപ്പം അതിപ്പോൾ നിങ്ങളെ ലവറായാലും ഭർത്താവായാലും ചേട്ടൻ അങ്ങനെ തരാത്തതുകൊണ്ടാണ്, അല്ലെ അവൻ എന്നോട് ഇങ്ങനെ സ്നേഹിക്കാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ കൂടെ പോയത്, അതുമായിട്ട് അത് സ്വീകരിക്കുകയില്ല. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഒറ്റ 10 മിനിറ്റ് കോൺസെപ്റ്റിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം അവിഹിതം ഈസ് അവിഹിതം. പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പറ്റിച്ചു എന്ന് തന്നെയാണ്, അല്ലാതെ ചേട്ടൻ ഇത് തരാത്തോണ്ടാണ് ഞാൻ ആ ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ മിണ്ടാത്തോണ്ട് ആ ചേട്ടൻ്റെ കൂടെ പോയി മുത്തിയിരുന്ന് അതിലങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവര് ആ ക്ലൈമാക്സിൽ അങ്ങനെ മുത്തം കൊടുക്കുന്നതും ഉണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ തന്നെ അത് ആ ഒരു സിറ്റുവേഷൻ വന്നില്ല. ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ്. എന്നിട്ട് ലാസ്റ്റ് ഈ മതിൽ ചാടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ചുമത്തപ്പെട്ട ഒരാളും, അതായത് ഇപ്പൊ 2 അവിഹിതത്തിൽ പിടിച്ച 2 പേരും ആ ഒരു മതിൽ ചാടി പോകുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കളിയാക്കൽ പോലെയാണ് തോന്നിയത്. നീയൊക്കെ മണ്ടന്മാര്, നമ്മളെ പിടിച്ചാൽ നിനക്കൊക്കെ എന്ത്, നമ്മളിത് ഹാപ്പി ആയിട്ട് പോണ്. ആ ഒരു ചിലപ്പോൾ ഒരു സൊസൈറ്റിയിലേക്ക് അത് ഇൻജെക്ട് ചെയ്യുവാണെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ പിടിച്ചാലൊന്നും കാര്യമൊന്നുമില്ല, പിടിച്ചാൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വിടും, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് ആ ചിരി കണ്ട മനസ്സിലായി. അത് ആ ഒരു ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ എനിക്ക് ടോട്ടലി ഞാൻ ഡിസഗ്രി ചെയ്യും. അവിഹിതം മീൻസ് അവിഹിതം ഗൈസ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് പടം സിമ്പിൾ പടം, നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ ഗൈസ്. ഒരു നല്ല കോമഡിയും നല്ല ഉണ്ണിരാജും രഞ്ജി കൺകുളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഇല്ല. എല്ലാവരും നിങ്ങൾ അറിയപ്പെട്ട ആൾക്കാരൊന്നുമില്ല, എല്ലാവരും സാധാ ആൾക്കാരാണ്, സാധാ ആക്ടേഴ്സാണ്. എല്ലാവരും നന്നായിട്ട് സൂപ്പറായിട്ട് ഒരു നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈവൻ ആ പട്ടി പോലും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിമ്പിൾ പടം. ബട്ട് അവിഹിതം മീൻസ് അവിഹിതം ഗൈസ്.